എല്ലാവർക്കും ഒരിക്കൽ കൂടി വരുന്ന യേശുകർത്താവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദൈവത്തിൻ്റെ ദാസൻ, അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് ഞാനിങ്ങനെ കേട്ടു. ദേവദാസൻ ഇങ്ങനെ പറഞ്ഞത്, വചനമെന്ന വാളും ഈ ലോകത്തിലെ വാളും തമ്മിലുള്ള വ്യത്യാസം. ഈ ലോകത്തിൻ്റെ വാള് എടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഒരു ജീവനുള്ള വ്യക്തി മരിക്കും. എന്നാൽ വചനമെന്ന വാള് ഇരുതല മൂർച്ചയുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ള ഈ ദൈവത്തിൻ്റെ വചനമെന്ന വാള് ഒരാളെ മുറിവേൽപ്പിച്ചാൽ ഏത് മരിച്ച വ്യക്തിയും ജീവിക്കും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എവിടെയെങ്കിലും നമ്മൾ ആത്മീയമായി ദൈവസന്നിധിയിൽ പിന്മാറ്റത്തിൻ്റെ അവസ്ഥയിലാണെങ്കിൽ നമ്മൾ ഇന്നിവിടെ കേൾക്കുന്ന ഓരോ ദൈവത്തിൻ്റെ വചനവും, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ആ ദൈവത്തിൻ്റെ മാർവടത്തിലേക്ക് നമ്മളെ തിരിച്ചു ചേർക്കുന്നതിന് കാരണമായി തീരും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുക. ഇത് ഒരു ആരോഹണ ഗീതമാണ്. എൻ്റെ തുടക്കത്തിൽ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും. പ്രൈസ് ലോർഡ്. ഈ സങ്കീർത്തനത്തിൻ്റെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുന്ന ഭക്തന്മാർ, അവർ കടന്നു പോകുന്ന അവരുടെ വലിയ ദുർഘടമായ പാതകളുണ്ട്, വലിയ മലനിരകളുണ്ട്. എന്നിട്ട് അവർ യെരൂശലേമിലേക്ക് എത്തിച്ചേരണം ദൈവത്തെ ആരാധിക്കുവാൻ. അപ്പോൾ ആ തടസ്സങ്ങളുടെ ഒക്കെ മധ്യത്തിലും അവർ ക്ഷീണിച്ചു പോകാതെ അവർ പറയുന്നതാണ്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അവരുടെ ആ ദുർഘടങ്ങളെ നോക്കി അവർ പറയുകയാണ്, ഈ മലയെല്ലാം, ഈ ദുർഘടങ്ങളെല്ലാം താണ്ടി ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുവാൻ ചെല്ലും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സ്വർഗത്തെ ലക്ഷ്യമാക്കി നമ്മൾ യാത്ര ചെയ്യുന്ന ഈ വിശ്വാസ യാത്രയിൽ, ഹല്ലേലൂയ, മല പോലെ, വലിയ കല്ലുകൾ പോലെ പലവിധമായ ദുർഘട പാതകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ഹല്ലേലൂയ, ഈ ഭക്തന്മാരെ പോലെ നമുക്ക് പറയാൻ കഴിയുമോ, എൻ്റെ സഹായം എവിടെ നിന്ന് വരും. ഹല്ലേലൂയ. അത് എന്ത് ഭാരങ്ങളാവട്ടെ, എന്ത് അടഞ്ഞ വഴികളാകട്ടെ, എന്ത് തടസ്സങ്ങളാകട്ടെ, എന്ത് രോഗങ്ങളാകട്ടെ, ഹല്ലേലൂയ, എന്ത് പ്രശ്നങ്ങളാവട്ടെ, ഹല്ലേലൂയ, ആ നിത്യതയിലേക്ക് നമ്മൾ ചെന്നു ചേരും. അതിന് നമുക്ക് സഹായകനായി നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, പ്രൈസ് ലോർഡ്, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഉറങ്ങത്തില്ല, നിന്നെ കാക്കുന്നവൻ ഉറങ്ങത്തില്ല. നമ്മൾ പാടിയല്ലോ, നമ്മുടെ ദൈവം രാക്കാലഗീതവും അവൻ നമുക്ക് നിത്യസഹായകനുമാണെന്ന് നമ്മൾ പാടിയല്ലോ. എന്തുകൊണ്ടാണ് പാടിയേ? എന്തുകൊണ്ടാണ് നമ്മുടെ ദൈവം രാക്കാലഗീതത്തിനും പാത്രമാവുന്നത്? എന്തുകൊണ്ടാണ്? അവൻ നമ്മൾ ഉറങ്ങുമ്പോഴും രാത്രിയിലും, ഹല്ലേലൂയ, നമുക്ക് കാവലായി നിൽക്കുന്ന ആ സ്വർഗം, ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ. അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്ന, ഹല്ലേലൂയ, ഈ വചനത്തിൽ നിന്ന്, ഇതിൻ്റെ യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ഹല്ലേലൂയ. രാത്രിയിൽ മാത്രമല്ല കേട്ടോ, ഹല്ലേലൂയ, നിന്റെ ഗമനത്തെയും ആഗമനത്തെയും, ഹല്ലേലൂയ, പരിപാലിക്കുന്ന ദൈവം. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ ഓർപ്പിച്ച്, ഹല്ലേലൂയ, ഇവിടെ ദൈവം ഒരു കണ്ടീഷനൊന്നുമല്ല പറയുന്നേ. ദൈവവൈതനെ, നീ പോകുമ്പോഴും നീ തിരിച്ചു വരുമ്പോഴും നിന്നെ പരിപാലിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇനി എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിച്ച ഒരു പോയിന്റ് ഞാൻ നിങ്ങളെ കൈമാറുക. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവപൈതലായ നമ്മൾ, ഹല്ലേലൂയ, നമ്മുടെ ആ ഗമനം, ഹല്ലേലൂയ, നമ്മൾ പോയത്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്കാണോ പോയത്? ഹല്ലേലൂയ. ആ സാന്നിധ്യത്തിലേക്ക് പോയപ്പോഴും, ഹല്ലേലൂയ, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ അവസരത്തിന് വേണ്ടി അവസരം ഉണ്ടായപ്പോഴും, ഹല്ലേലൂയ, നമ്മുടെ ആ യാത്രയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് പോയപ്പോഴും പോകാതിരുന്നപ്പോഴും, ഹല്ലേലൂയ, നിന്റെ ആഗമനത്തെ, ഹല്ലേലൂയ, അവൻ നിന്നെ കാവൽ ചെയ്യാതിരുന്നില്ല കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ വായിച്ചു, ഹല്ലേലൂയ, രാക്കാലത്തിലും, ഹല്ലേലൂയ, മയങ്ങാതെ നമ്മളെ പരിപാലിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അന്ന് പകൽക്കാലം മുഴുവൻ ദൈവ പൈതലായ നീ, ഹല്ലേലൂയ, ദൈവവചനം വിട്ടു ജീവിച്ചിട്ടും, ഹല്ലേലൂയ, ദൈവ പൈതലിനെ കാക്കുന്നത് പോലെ നിന്നെ മയങ്ങാതെ കാത്ത ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ വചനം ആത്മാവ് ശക്തമായി പറയുന്ന ഒരു വചനം, ഹല്ലേലൂയ, നമ്മളുടെ ഓരോ ഗമനവും ആഗമനവും, ഹല്ലേലൂയ, സ്വർഗത്തിന്റെ ഹിതം എന്ന ഓണമാവട്ടെ. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സാന്നിധ്യത്തെ കാംക്ഷിക്കുന്നവനാകട്ടെ. ഹല്ലേലൂയ. കാരണം, ഹല്ലേലൂയ, നമ്മൾ ഒരിക്കൽ ഒരു യാത്ര പുറപ്പെടും കേട്ടോ. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് താമസിച്ചാൽ, ഹല്ലേലൂയ, അതിനൊരു ഗമനം മാത്രമേ ഉണ്ടാകത്തുള്ളൂ, അതിനൊരു ആഗമനം ഉണ്ടാകത്തില്ല.
ഗമനമല്ല, ഹല്ലേലൂയ. ആ ഗമനം, ഹല്ലേലൂയ, ഈ ഭൂമി വിട്ടൊരു യാത്രയാ, ഹല്ലേലൂയ. ആ യാത്രയിൽ, ഹല്ലേലൂയ, സ്വർഗ്ഗത്തിൽ എത്തിച്ചേരണമെങ്കിൽ, ഹല്ലേലൂയ, രാത്രിയിൽ മയങ്ങാത്തവൻ, ഹല്ലേലൂയ, നിന്റെ ഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കുന്ന ആ ദൈവത്തോട് ചേർന്ന് വസിച്ചില്ലെങ്കിൽ ആ ഗമനത്തിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകും, ഹല്ലേലൂയ. എന്നാൽ, ഹല്ലേലൂയ, നമ്മുടെ മരണത്തിന് മുമ്പ്, ഹല്ലേലൂയ, നമ്മുടെ അരുമനാഥൻ നമ്മളെ ചേർക്കാൻ വന്നാൽ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ ഗമനത്തിന് ഒരാഗമനമുണ്ട്, ഹല്ലേലൂയ. 7 വർഷക്കാലം മഹാഉപദ്രവ കാലത്തിന് ശേഷം നമുക്കൊരു മടങ്ങി വരവുണ്ട്, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പറയും, ആകാശത്തെയും ഭൂമിയെയും മാത്രമല്ല സർവ്വ സ്വർഗ്ഗത്തെയും സൃഷ്ടിച്ച ആ അരുമനാഥനാണ് നമ്മളുടെ സഹായം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവജനമേ, ഹല്ലേലൂയ, നമുക്ക് ശ്രദ്ധിക്കാം, ഹല്ലേലൂയ, ഓരോ ദിവസവും, ഹല്ലേലൂയ, ഉറങ്ങുന്നതിന് മുമ്പ് ഇന്ന് ഞാൻ ദൈവസ്ഥലിൽ വിശുദ്ധിയോടുകൂടിയാണോ ജീവിച്ചത്? നിന്നെ രാത്രി മുഴുവൻ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഞാൻ ദൈവ സാന്നിധ്യത്തെ വിട്ടാണോ ഓടുന്നത്, അതോ ഞാൻ ദൈവ സാന്നിധ്യത്തിലേക്കാണോ പോകുന്നത്? കാരണം നിന്റെ ഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കുന്ന ഒരു ദൈവം നമ്മൾക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കിട്ടുന്ന ഓരോ അവസരവും നമുക്ക് തക്കത്തിൽ ഉപയോഗിക്കാമെന്ന് ഓർപ്പിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ദൈവവചനം നിർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.